സത്യപ്രതിജ്ഞാ ചടങ്ങ് വീണ്ടും നടത്തണമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. ഇതെന്ത് കഥ അല്ലെ? അതുപോലെ തന്നെ ഓർഡറിൽ വളരെ വ്യക്തമായി ഹൈക്കോടതി പറയുന്നുണ്ട്, കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതൊന്ന് കേൾക്കുന്നതൊന്ന് ദൈവം ഒന്നെന്ന്. ഇതെന്താ അവസ്ഥയാണല്ലേ? കോടതി തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് പറയുകയാണ്. അല്ല, ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഉദയന്നൂർ ദേവി, അതുപോലെ ആറ്റിങ്ങൽ ദേവി, അതുപോലെ മറ്റുള്ള ദേവികൾ, പ്രാദേശിക ദൈവങ്ങളെയൊക്കെ വിളിച്ചിട്ടാണ് ഇവര് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അതിൽ നിങ്ങൾ ആലോചിക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ വരെ സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട് കേട്ടോ. അപ്പോ ഇവരുടെയൊക്കെ ഭരണഘടനാപരമായിട്ടുള്ള അറിവും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അറിവൊക്കെ എന്താണെന്നുള്ളത് ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം സെക്ഷൻ 152, അതുപോലെ തന്നെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 143, ഭരണഘടനാ പ്രകാരം അതായത് 188, ഇതൊക്കെ പ്രകാരം രണ്ട് രീതിയിലാണ് നമുക്ക് സത്യപ്രതിജ്ഞ, അതായത് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സിന് ഓത്തെടുക്കാനായിട്ട്, ഓത്ത് സെറമണി ചെയ്യാനായിട്ട് പറ്റുക. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢപ്രതിജ്ഞ, അല്ലെങ്കിൽ ദൈവനാമത്തിൽ. ഈ പറഞ്ഞ ദൈവത്തെ യാതൊരുവിധ നിയമവും മറ്റുള്ളവരൊന്നും ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യാനും പാടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന ഈ നാട്ടിൽ അല്ലെ, ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ പൗരന്മാർ ഏതറ്റം വരെ പോകേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കേട്ടോ അത്.